നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ലോകത്തിലെ സമുദ്രങ്ങളുടെ താപനില അതിരൂക്ഷമായി ഉയരുന്നു. ഒരു ദിവസം കൊണ്ട് സമുദ്രജലത്തിനുണ്ടാകുന്ന താപനില വ്യത്യാസത്തിലെ റെക്കോർഡുകളാണ് നിലവിലെ അവസ്ഥയിൽ തകർന്നിട്ടുള്ളത്. കഴിഞ്ഞ 50 ദിവസത്തിനിടയിൽ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ അളവിലാണ് സമുദ്രജലത്തിന്റെ താപനിലയെന്നാണ് BBC-യുടെ വിശദമായ പഠനം വ്യക്തമാക്കുന്നത്. ആഗോളതാപനത്തിന്റെ വിഷവാതകങ്ങളുടെ വികിരണത്തെ പഴിക്കാമെങ്കിലും സമുദ്രജലത്തിലെ താപനില ഉയരാൻ കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്നാണ് വിലയിരുത്തൽ. വലിയ രീതിയിൽ കടൽ ജലത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം കടൽ ജീവികളെയും പവിഴപ്പുറ്റുകളെയുമാണ് സാരമായി ബാധിച്ചിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് കാലാവസ്ഥാ സർവീസിന്റെ സഹായത്തോടെയാണ് പഠനം നടന്നത്. ഏറ്റവും ചൂട് കൂടിയ ഏപ്രിൽ മാസമാണ് കടന്നുപോയതെന്ന് യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 12 മാസം ആഗോളതലത്തിൽ ശരാശരി താപനില കൂടിയത് 1.61 ഡിഗ്രി സെൽഷ്യസ് ആണ്. വിഷവാതക പുറന്തള്ളലും എൽനിനോ പ്രതിഭാസവുമാണ് ചൂട് കൂടാൻ കാരണമായതെന്നാണ് കോപ്പർനിക്കസ് കാലാവസ്ഥാ സർവീസ് വിശദമാക്കുന്നത്. ദശാബ്ദങ്ങളായി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യം വരുമ്പോൾ ഭൂമിയുടെ രക്ഷാകേന്ദ്രമായിരുന്നു കടലുകൾ. അധികമായി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ വലിയ അളവ് ആഗിരണം ചെയ്യുക മാത്രമല്ല, അമിത താപനിലയുടെ 90% കുറയ്ക്കാൻ കടലുകൾ സഹായിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി താപനിലയെ നേരിടാൻ സാധിക്കാത്തതിന്റെ ഏറ്റവും പ്രധാന തെളിവുകളാണ് കടലുകളിൽ നിന്ന് ലഭ്യമാകുന്നത്. 2023 മാർച്ച് മാസം മുതൽ കടൽ ജലം ഈ രീതിയിൽ ചൂട് പിടിച്ചു തുടങ്ങിയത്. ഓഗസ്റ്റ് മാസത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന നിലയിലായത്. കടലിന്റെ ജലോപരിതലത്തിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 21.09 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയർന്നത്. ഈ വർഷത്തെ കണക്കുകളിൽ മെയ് 4 ആയിരുന്നു ഇത്തരത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ കടൽ ജലോപരിതലത്തിലെത്തിയത്. ഇത്തരത്തിൽ കടൽ ജലത്തിനുണ്ടാകുന്ന താപനില വ്യതിയാനം ആശങ്കയ്ക്ക് കാരണമാകുന്നതായാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരത്തിൽ പ്രകൃതി മുഴുവൻ ചൂട് പിടിക്കുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കടൽ ജലം ചൂട് പിടിക്കുന്നത് ഏറ്റവും അധികം ബാധിക്കുന്നത് പവിഴപ്പുറ്റുകളെയാണ്. ആഗോളതലത്തിൽ പവിഴപ്പുറ്റുകൾ ബ്ലീച്ച് ചെയ്യപ്പെടുകയാണ്. കടൽ ജീവികളുടെ നഴ്സറി എന്ന് കണക്കാക്കുന്ന പവിഴപ്പുറ്റുകൾ നശിക്കുന്നത് സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിക്കുമെന്നാണ് ഗവേഷകർ വിശദമാക്കുന്നത്.